നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ഞാനൊരു നല്ല വർത്തമാനം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പക്ഷേ മറ്റുള്ളവർക്ക് അതിലും നല്ല വർത്തമാനം പറയാൻ അറിയുമെന്ന് ഇടയ്ക്ക് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അമ്മേ, ഈ നല്ല മനസ്സുള്ളവര് ഒരുപോലെ ചിന്തിക്കുമെന്ന് പറയുന്നതിൽ സത്യമുണ്ട്. അമ്മ എന്തിനാ വന്നെന്നറിയോ? മോളെയും കൂട്ടി അമ്പലത്തിൽ പോവാനാ. സത്യമായിട്ടും? അതെ മോളെ. എന്നാ പിന്നെ മോൾ അമ്മയുടെ കുളിച്ചല്ലേ? അതെ, ഞാൻ കുളിച്ചിട്ടില്ല. കുറച്ചു നേരം നിക്കുവാണെങ്കിൽ ഞാനും കൂടി വരാട്ടോ. വേണ്ട, നല്ലി പോവണ്ട. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യങ്ങളും? ആദ്യം ഇവരൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒരു മനസമാധാനത്തിനാണല്ലോ അമ്പലത്തിലൊക്കെ പോകുന്നത്. അവള് കൂടെ ഉണ്ടായ ആ പറഞ്ഞ സാധനം ഉണ്ടാവില്ല. മോളെ, അമ്മക്ക് ചായ എടുത്തു കൊടുക്ക, എന്നിട്ട് പോയാ മതി. അയ്യോ, അതൊന്നും വേണ്ട. ഒരു ചായ കുടിച്ചിട്ട് പോടോ. ഞാൻ ഇപ്പഴാ അമ്മേ. ഞങ്ങള് പോയിട്ട് തിരിച്ചു വരുമ്പോ സദാനന്ദേട്ടൻ ഒന്ന് റെഡിയായി നിന്നോളും. എന്താ കാര്യം? അല്ല, തീയതി നിശ്ചയിക്കണ്ടേ? ജോത്സനോട് വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ തീരുമാനിക്കാം നമുക്കെല്ലാം. ആയിക്കോട്ടെ. കേട്ടോ മോളെ, ഇന്ന് വെളുപ്പിനെ ഒരു സംഭവം ഉണ്ടായി. എന്താ അമ്മേ? ഞാൻ നോക്കുമ്പോ ജീവന്റെ മുറിയിൽ നിന്നും നിത്യ നിത്യ എന്നുള്ള വിളി കേൾക്കുന്നു. ഞാനത് കേട്ടിട്ടേ ഓടിച്ചെന്നു. ചെന്നപ്പോ എന്താ, ജീവൻ അവന്റെ ഏതോ ഒരു ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുവാ. ജ്യോതിയെ വിളിച്ചതാ. തെറ്റി മോളുടെ പേരായി പോയി. അവന്റെ ഒരു ചമ്മല് കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ഒരുപാടാവുന്നത് വരെ ഞാനും അവനും മോളുടെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തൊരു പ്രസരിപ്പാന്നറിയോ അവന്. ഏത് നേരത്തും തമാശ പറച്ചിലും ബഹളവും. വീട് തന്നെ മാറിപ്പോയി. മോളിവിടെയാണെങ്കിലും ആ വീടിനകത്ത് എവിടെയോ ഉണ്ടെന്ന് ഒരു തോന്നല്. പൊള്ളിയോ മോളെ? സാരല്ലമ്മേ. അവിടെ വരുമ്പോ കുറച്ചു ദിവസം റെസ്റ്റ് തരാം അമ്മ എന്റെ കുട്ടിക്ക്. ജോലി ഒന്നും ചെയ്യണ്ട. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതൊക്കെ ഒരു സന്തോഷം. നമ്മളൊരു സാധനം ഉണ്ടാക്കുക, അത് കഴിക്കുന്നവര് നല്ല അഭിപ്രായം പറയാ. ആയിക്കോട്ടെ, എന്നാലും ആദ്യത്തെ കുറച്ചു ദിവസം അമ്മയുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്ക്. അത് അമ്മ തരുന്നൊരു സൗജന്യമായിട്ട് കണക്കാക്കിയാ മതി. അത് കഴിഞ്ഞിട്ട് അമ്മ കണക്ക് തീർത്ത് വാങ്ങിച്ചോളാം. എന്താ? എന്തൊക്കെയാ നിനക്ക് വേണ്ടി ചെയ്യണ്ടേന്ന് എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുകയാണ് അമ്മ. എത്ര ചിന്തിച്ചിട്ടും മതിയാവുന്നില്ല. അമ്മയും മോനും കൂടി എന്നെ നേരിട്ട് സ്വർഗത്തിൽ എത്തിക്കോ? അത് തന്നെയാണ് ഉദ്ദേശം. എന്റെ മോളുടെ മനസ്സ് സംതൃപ്തമായിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ വീട് സ്വർഗമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.